എ നൈറ്റ് ഓഫ് സെവൻ കിങ്ഡംസ്. ഈ സീരീസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിൽപ്പെട്ട മറ്റൊരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ് ഈ സീരീസിൻ്റെ ഒരു ആധാരം. അതെല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു മിനി സീരീസ് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഒരു 6 എപ്പിസോഡാണ് ഇതിൽ ടോട്ടലായിട്ടുള്ളത്. അതിൽ ഒരു എന്താ പറയുക, ഒരു 5ാമത്തെ എപ്പിസോഡിൽ മാത്രമാണ് നമുക്കൊരു ഹൈ പോയിൻ്റ് കിട്ടുന്നത്. ബാക്കി ഒരു 6 എപ്പിസോഡും എന്താ പറയുക, ഇതിൻ്റെ വേൾഡ് ബിൽഡിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ബോറിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മുടെ ഈ ഗെയിം ഓഫ് ത്രോൺസിലായിരുന്നാലും നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗണിലായിരുന്നാലും ഒക്കെ ഈ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ കഥയാണ് പൊതുവേ നമ്മൾ കാണുന്നത്. അധികാരം പിടിക്കാനും യുദ്ധം നയിക്കാനും ഒക്കെയുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഈ മറ്റ് 2 കഥകളിലും മറ്റ് 2 സീരീസിലും പൊതുവേ ഉള്ളത്. എന്നാൽ ഈ സീരീസിൽ വരുമ്പോൾ ഈ അധികാരവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഒരാളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ കഥ ഉരുത്തിരിഞ്ഞ് വരുന്നത് തന്നെ അതിലൂടെയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതൊരു പുതുമയാർന്ന, അതായത് മറ്റ് 2 സീരീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പുതിയൊരു തരത്തിൽ ആഖ്യാനിക്കപ്പെടുന്ന ഒരു എന്താ പറയുക, ഒരു സീരീസായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്.